നമുക്കിപ്പം ഇപ്പോൾ കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് കൂടി ചേരുകയാണ്. ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാവുന്നില്ല, ഇപ്പോൾ വലിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെയുള്ള ഫയർ യൂണിറ്റുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? കോഴിക്കോടുള്ള നഗരത്തോട് ചേർന്നുള്ള യൂണിറ്റുകൾ ഏതാണ്ട് വന്നു കഴിഞ്ഞു. ഈ എയർപോർട്ടും മറ്റ് ജില്ലകളിലും ആവശ്യമാണെങ്കിൽ ഫയർ സംവിധാനങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വേറെ ആളപായം സംഭവിച്ചിട്ടില്ല, വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി നിയന്ത്രണാതീതമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞായറാഴ്ച ആണ്, അതുകൊണ്ട് കൂടുതൽ ആളുകളില്ലാത്ത ഒരു സമയമാണ്. പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് കൂടുതൽ ആളുകളുള്ള ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. അതാണ് ഞായറാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് ചില സ്ഥാപനങ്ങളുടെ ഒഴിവുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡിൻ്റെ തിരക്കും ഒക്കെ ഉണ്ടെങ്കിലും വല്ലാത്ത നിലയിലേക്കുള്ളൊരു വലിയ നിലക്കുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒഴിവായത് ഞായറാഴ്ച ആയതുകൊണ്ട് അതൊരു ശരി. സിമിർ തുടരുക. ഇപ്പോൾ ദീപക് ധർമ്മടം ചേരും. ദീപകിനൊപ്പം കടയുടമയുണ്ട് എന്നാണ് കരുതുന്നത്. ദീപകിലേക്ക്. പ്രജിൻ, ഇതിലൊരു ദാരുണമായ സംഭവം എന്ന് പറയണം, കാരണം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ കടയുടെ ഉടമ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഘട്ടത്തിൽ അദ്ദേഹവും ആകെ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒഫീഷ്യൽ സ്റ്റാൻഡിൽ. എപ്പോഴാണ് അറിയുന്നത്? ഞാൻ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. ഇന്ന് ശരിക്കും കട പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു? റീറ്റെയിൽ മാത്രമാണ്? ഹോൾസെയിൽ ലീവാണെന്ന്. ഇതിപ്പോൾ ഹോൾസെയിലിന്റെ ഭാഗമല്ലേ? ഹോൾസെയിൽ ഇവിടെ നിന്നും റീറ്റെയിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? ഉണ്ടാവും, നോക്കണം. എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നു അകത്ത്? അതിപ്പോൾ എത്ര ഉണ്ടെന്ന് അറിയില്ല, ഞാൻ ലീവാണ്. ഞാൻ ഹോൾസെയിലാണ് ഞാൻ ഉണ്ടാവുക. അല്ല, റീറ്റെയിൽ എത്ര പേരാ സാധാരണ ഉണ്ടാവുക? ഞായറാഴ്ച സ്കൂൾ സീസൺ ആണല്ലോ. 10-30 പേരുണ്ടാവും. 30 പേരുണ്ടാവും. അവരെ കുറിച്ചുള്ള എന്താ, അവരാണോ വിളിച്ച് പറഞ്ഞത്? എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞതാ, ഹോട്ടലിൽ നിന്ന്. കടയിൽ നിന്നാണ് വിവരം അറിയുന്നത്? അതെ അതെ. അപ്പോൾ തന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. എന്താ ഒരു സാധ്യതയായിട്ട് അങ്ങ് കാണുന്നത്? എന്താ? ഒന്നും പറയാൻ പറ്റില്ല, എനിക്കൊന്നും പറയില്ല. ഓക്കെ, ശരി. പ്രജിൻ, ഇതിൽ കടയുടമ പറയുന്നത് ഏത് രീതിയിലുള്ള സാഹചര്യമാണ് സാധ്യതയാണെന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് ഞായറാഴ്ച ഹോൾസെയിൽ അവധിയാണ്, പക്ഷേ എന്നാൽ റീറ്റെയിൽ ഷോപ്പിൽ 30-ലേറെ പേർ തൊഴിലെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഷിജു ചവറ പാൻ ചെയ്യുമ്പോൾ കാണാം, ഇതാ തീ ഇപ്പോഴും ആളിക്കത്തുകയാണ്. ഏതാണ്ട് 8-ലേറെ ഇഞ്ചിൻ വെള്ളം ചീറ്റിയിട്ടും തീ അണയാതെ ആളിക്കത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കടയുടെ ഉടമയാണ് നമ്മളോട് സംസാരിച്ചത്. കടയുടമ പറയുന്നത് ഇതിൽ എന്താണ് കാരണമെന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് വീട്ടിലേക്ക് വിളിയെത്തുന്നു, ഉടനെ തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് ആ ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക്. അകത്തും പുറത്തുമായി തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് ഇത് കെടുത്താനുള്ള ശ്രമം നടത്തുമ്പോഴും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. പ്രജിൻ. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ തീപിടുത്തമാണ് കോഴിക്കോട് മൊഫീസിൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള തുണിക്കടയിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് ഇടങ്ങളിലേക്ക്, മറ്റ് കടകളിലേക്ക് തീ പടരാതെ നോക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ അഗ്നിരക്ഷാപ്രവർത്തകർ ഉള്ളതൊപ്പം പോലീസും ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട്. ആ രീതിയിൽ വലിയ തീപിടുത്തമുണ്ടായതിൻ്റെ ഞെട്ടലിലാണ് അവിടെയുള്ള നാട്ടുകാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും. ആ രീതിയിൽ പ്രതികരണം വരുന്നു. അല്പസമയം മുൻപാണ് ഈ കടയുടമ ഞങ്ങളോട് പ്രതികരിച്ചത്. എങ്ങനെ, ഏത് സാഹചര്യത്തിൽ തീപിടുത്തമുണ്ടായി എന്ന് അറിയില്ല എന്ന് പറയുന്നു. ഇന്ന് ഹോൾസെയിൽ വിഭാഗം അവധിയാണ്, ഇന്ന് റീറ്റെയിൽ വിഭാഗം മാത്രമാണ് പ്രവർത്തിച്ചത്. ഏതാണ്ട് 30ഓളം പേർ അവിടെ ജോലിയിൽ ഉണ്ടാകണം എന്ന ഒരു വിവരമാണ് ഇപ്പോൾ കടയുടമ പങ്കുവച്ചത്.